ഈ നാടിന്റെ നന്മയിൽ ഈ സ്നേഹത്തിന്റെ ഒപ്പം ഭാഗമാകാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം Gallery of Nature, Human and Nature Welfare Organization. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ പറഞ്ഞു. ഈ വാക്കുകളിലേക്ക് ആദ്യം ഇംഗ്ലീഷ് അക്ഷരം ചെയ്യുമ്പോൾ അത് ഗോഡ് ആൻഡ് ഗോ എന്നാണ്. അതെന്താണെന്ന് എനിക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് അറിയും. ഇപ്പോൾ ഇത് വിശദീകരിക്കേണ്ട സമയത്തുകൊണ്ട് അതുകൊണ്ട് പറയുന്നത് ഈ ഗാലറി ഓഫ് നാച്ചർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ 21 പേരെ കണ്ടെത്തി ഒരു വേദിയിലും സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് നമസ്കാരം. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചത് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാനൊരു പ്രകൃതിസ്നേഹിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പലകങ്ങളും ഷോളുകളിനെക്കാട്ടും ഏറ്റവും നല്ലതാണ് ഒരു വൃക്ഷത്തെ വയ്ക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മളതിൻ്റെ രാവിലെ അത് കാണുമ്പോൾ വെള്ളമൊഴിക്കാനെങ്കിലും തോന്നുമല്ലോ. ഈയിടയ്ക്ക് ഞാനും കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയൊരു എനിക്കൊന്നൊരു കഴിഞ്ഞ കോവിഡ് സമയത്താണ് കൃഷി തുടങ്ങിയത്. ഇപ്പോഴ് മെരിഞ്ഞാന്നൊരു 10-15 പാവയ്ക്ക, ഇന്നൊരു 10-12 വെണ്ടയ്ക്ക. എൻ്റെ സ്വന്തം കൃഷിയാണ്, വെളിയിൽ കൊടുക്കാറൊന്നുമില്ല. എന്നാലും നമ്മൾ ദിവസം രാവിലെ എണീറ്റ് ചെരുപ്പൊന്നുമില്ലാതെ സൂര്യപ്രകാശം കൊണ്ട് ചെടികൾക്ക് വെള്ളമൊഴിക്കുക ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഇന്നത്തെ ഈ AC ജീവിതത്തിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് വൈറ്റമിൻ D ഉൽപ്പാദനത്തിന് കൂടെ അതൊരു ഒരു പ്രോത്സാഹനം ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. ശരിക്കും സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ D ഉൽപ്പാദനം വരുന്നത്. സൂര്യപ്രകാശം കൊണ്ടില്ലെങ്കിലും വരാൻ സൂര്യപ്രകാശം കൊണ്ടാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരാം. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ചികിത്സാ സഹായം വളരെ നല്ല കാര്യമാണ്. അതുപോലെ അന്നദാനം, ആഹാരം കൊടുക്കുക, ഒരാൾക്ക് അസുഖമായിട്ട് മരുന്ന് കൊടുക്കുക, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പുണ്യം. ആഹാരമാണ് ഏറ്റവും ഉചിതമെന്ന് പറയും. എന്നുവെച്ചാൽ നമുക്ക് എത്ര കൊടുത്താലും മതി എന്ന് പറയാനുള്ള ആഹാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആഹാരവും ചികിത്സയുമാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അമ്മൂമ്മ ശ്രീത്ര മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തലശ്ശേരിക്ക് അടുത്തുനിന്ന് രാഹുൽ വി സർട്ടിഫിക്കറ്റും പുസ്തകവുമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ചിത്രരചന നിലവിൽ മാതൃഭൂമിയിലും 24 ചാനലിന്റെയും കാട്ടാക്കട മേഖലയിലെ പ്രാദേശിക ലേഖകനായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ വാർത്താ അവതാരകൻ കൂടിയായ H37 പോപ്പ് സോങ് തുടർച്ചയായി 2 മണിക്കൂർ 11 മിനിറ്റ് 50 സെക്കൻഡ് പാടി വേൾഡ് വൈഡ് സഹകരണത്തോടെ അഗസ്ത്യ വനത്തിലെ വനവാസി ഊരുകളിൽ ഗാലറി ഓഫ് നാച്ചുറൽ ചാനൽ കൂട്ടായ്മ സംഘടിപ്പിച്ച ഏറെ സ്നേഹത്തോടെ ഗാലറി ഓഫ് നേച്ചറിന്റെ സ്നേഹാദരവ്. Ты знаешь, сиди.